أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ലൈലിലെ 15 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അതിനാൽ കത്തിക്കാളുന്ന അഗ്നിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിഷേധിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്ന പരമ ദുർഭകനല്ലാതെ അതിൽ കടക്കുകയില്ല. എന്നാൽ പരിശുദ്ധി ആർജിച്ചുകൊണ്ട് തൻ്റെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്ന ഉത്തമ ഭക്തൻ അതിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. പ്രത്യുപകാരം ചെയ്യാൻ കടപ്പെട്ട ഒരു ഔദാര്യവും അവൻ്റെ അടുക്കൽ ആർക്കുമില്ല. പരമോന്നതനായ തൻ്റെ നാഥൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ അവനത് നൽകിയിട്ടില്ല. അവനെപ്പറ്റി അവൻ അള്ളാഹു തീർച്ചയായും തൃപ്തനാകും. ഇതിൻ്റെ മുമ്പത്തെ ആയത്തുകളിൽ സത്യനിഷേധികളെക്കുറിച്ച് പറയുകയുണ്ടായി, അവരുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുകയുണ്ടായി. അവർ ലുബ്ധ കാണിക്കുന്നവരാണ്, സത്യത്തെ നിഷേധിക്കുന്നവരാണ്, അതുപോലെ തഖ്വ ഇല്ലാത്തവരാണ്, അവരുടെ സമ്പത്ത് ഒരു പ്രയോജനവും അവർക്ക് ചെയ്യുകയില്ല എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഅൻസർതുകും നാറൻ തലല്ലാ, കത്തിക്കാളുന്ന അഗ്നിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഇത് അവർക്കുള്ള പര്യവസാനം ഇങ്ങനെയാണ് എന്ന് അള്ളാഹു അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പര്യവസാനം ആ കത്തിക്കാളുന്ന അഗ്നിയായിരിക്കും. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ക, അതിൽ പ്രവേശിക്കുന്നവരാരാണ്, എത്തരത്തിലുള്ള ആളുകളാണ് എന്ന് അള്ളാഹു പറയുകയാണ്. അതിൽ ഏറ്റവും അധികം ദുർഭകന്മാരായിട്ടുള്ള ഭാഗ്യദോഷികളായിട്ടുള്ള ആളുകളല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. അവർ ദുർഭകർ ആയത് എന്തുകൊണ്ടാണ്? അല്ലസി കസ്സബ വതവല്ല, എത്തരത്തിലുള്ള ആളുകളാണ് ദുർഭകരായിട്ടുള്ളത്? കസ്സബ വതവല്ല, അതായത് സത്യത്തെ കളവാക്കുകയും മുഖം തിരിക്കുകയും ചെയ്യുന്നവരാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നു, വസയുജന്നബുഹൽ അത്ക, എന്നാൽ പരിശുദ്ധി ആർജിച്ചുകൊണ്ട് തൻ്റെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്ന ഉത്തമ ഭക്തന്മാർ അതിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. അപ്പോൾ ആ കത്തിക്കാളുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് തഖ്വ എന്നത് തന്നെയാണ്. തഖ്വയിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുക എന്നത് തന്നെയാണ്. ഇവിടെ അത്ക എന്ന് പറഞ്ഞുകൊണ്ട് സത്യനിഷേധികളുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. കാരണം സത്യനിഷേധികളിൽ തഖ്വ ഇല്ല എന്ന് മുന്നായത്തുകളിൽ പറയുകയുണ്ടായി. എന്നാൽ സത്യവിശ്വാസികളിൽ ആ തഖ്വ ഉണ്ടായിരിക്കുന്നതാണ്. ആ തഖ്വയുടെ പ്രത്യേകത എന്താണ്? ആ തഖ്വ ഉണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അതിൻ്റെ വിശദീകരണം അടുത്ത ആയത്തിൽ പറയുന്നു, അല്ലദീ യൂതി മാലഹു യതസക്ക, പരിശുദ്ധി ആർജിച്ചുകൊണ്ട് തൻ്റെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നു. അതാണ് ആ തഖ്വയുടെ അടയാളം എന്ന് പറയുന്നത്. അതിന് ഇങ്ങനെയും അർത്ഥമുണ്ട്, പരിശുദ്ധി ആർജിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നവർ. അവർ സ്വയം പരിശുദ്ധരാകുന്നതിന് വേണ്ടി അവർ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. അങ്ങനെ അവർ സ്വയം പരിശുദ്ധരായിത്തീരുന്നു. അതുപോലെ തന്നെ അവർ പരിശുദ്ധരായതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു എന്ന അർത്ഥവും ഈ ആയത്തിനുണ്ട്. അതിനുശേഷം പറയുന്നു, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, പ്രത്യുപകാരം ചെയ്യാൻ കടപ്പെട്ട ഒരു ഔദാര്യവും അവൻ്റെ അടുക്കൽ ആർക്കുമില്ല. അതായത് അവർ ധനം ചെലവഴിക്കുന്നു, അവർ മറ്റുള്ളവർക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി അവരുടെ സമ്പത്ത് അവർ ചെലവഴിക്കുന്നു. അത് എന്തുകൊണ്ടാണ് ചെലവഴിക്കുന്നത്? അവർക്ക് മുമ്പ് അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം ഇങ്ങോട്ട് ലഭിച്ചത് കൊണ്ട് അതിന് പ്രത്യുപകാരമായിട്ട് അവർക്ക് തിരിച്ചു നൽകുകയല്ല ചെയ്യുന്നത്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു പ്രത്യുപകാരമായി ചെയ്യുന്ന കാര്യങ്ങളല്ല, മറിച്ച് അവരുടെ ഔദാര്യം മറ്റുള്ളവരുടെ മേലിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അവർ ചെയ്യുന്നത് ഒരു പ്രത്യുപകാരം എന്ന കണക്കിലല്ല, അവർ ചെയ്യുന്നത്
ഔദാര്യം എന്ന നിലക്ക്, അതായത് ഇങ്ങോട്ട് യാതൊരു പ്രയോജനവും ലഭിക്കാതെ തന്നെ, ഇങ്ങോട്ട് മറ്റുള്ളവരിൽ നിന്ന് യാതൊരു പ്രയോജനമോ ഉപകാരമോ പ്രതീക്ഷിക്കാതെ തന്നെ അവർ അങ്ങോട്ട് അവർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഔദാര്യം ചെയ്യുന്നവരായിരിക്കും. തുടർന്ന് പറയുന്നു, ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ ആല, പരമോന്നതനായ തൻ്റെ നാഥൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ അവനത് നൽകിയിട്ടില്ല. അപ്പോൾ അവർ മറ്റുള്ളവരുടെ പ്രത്യുപകാരം ആഗ്രഹിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഔദാര്യം അവരുടെ മേലുണ്ടായതുകൊണ്ട് ചിലവഴിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് അവരുടെ സമ്പത്തും അതുപോലെ തന്നെ അവർ ചെലവഴിക്കുന്ന എന്തൊരു കാര്യവും, അത് അവരുടെ സമയമാവട്ടെ, അവരുടെ സമ്പത്താവട്ടെ, അവരുടെ ബഹുമതിയാവട്ടെ, അവർക്ക് ലഭിച്ചത് എന്തും അവർ ചെലവഴിക്കാൻ തയ്യാറാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊരു ഉദ്ദേശവും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതല്ല. തുടർന്ന് അള്ളാഹു പറയുന്നു, വലസൗഫ യറല്ലാ, അവനെപ്പറ്റി അള്ളാഹു തീർച്ചയായും തൃപ്തനായിരിക്കുന്നതാണ്. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവന് ലഭിച്ചതെല്ലാം അവന് ചെലവഴിക്കുമ്പോൾ, മറ്റെല്ലാവരിൽ നിന്നും അവൻ്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് അവൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി എല്ലാം ത്യാഗം ചെയ്യാൻ അവൻ തയ്യാറാവുമ്പോൾ, ഇത്രയൊക്കെ ചെയ്തിട്ടും അള്ളാഹു അവരിൽ തൃപ്തിപ്പെടാതിരിക്കുക എന്നത് ഒരിക്കലും തന്നെ അള്ളാഹുവിന് ചേർന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് വലസൗഫ യർദ, വളരെ പെട്ടെന്ന് തന്നെ അവന് അള്ളാഹു തൃപ്തനായിത്തീരുന്നതാണ് എന്ന് അള്ളാഹു അവിടെ വാഗ്ദാനം നൽകുകയാണ്. ഇത് സൂറ ഫജറിലെ ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ എന്ന ആയത്തുമായിട്ട് സാമ്യതയുണ്ട്. അതിൽ അള്ളാഹു പറയുന്നു, നീ നിൻ്റെ നാഥനിലേക്ക് മടങ്ങുക, സംപ്രീതനും അള്ളാഹുവിൻ്റെ പക്കൽ പ്രീതിപ്പെട്ടവനുമായിക്കൊണ്ട്. ഫദ്ഖുലി ഫീ ഇബാദി, നിൻ്റെ നാഥൻ പറയുന്നു, എന്നിട്ട് എൻ്റെ ഉത്തമദാസരിൽ ചേർന്നുകൊള്ളുക. വദ്ഖുലി ജന്നത്തി, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. ഈ ആയത്തുകളുമായി വളരെ ആശയപരമായി സാമ്യതയുള്ള ആയത്താണ് സൂറ ലൈലിലെ അവസാനത്തെ ആയത്തും. വാക്കുകളിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ആയത്തോടുകൂടി ഈ സൂറത്തും അവസാനിക്കുകയാണ്. വലസൗഫ യർദ, അള്ളാഹുവിൻ്റെ ആ തൃപ്തിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹുയുടെ ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ സത്യനിഷേധികളുടെ പര്യവസാനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായി കൊണ്ടായിരിക്കും അവരുടെ പര്യവസാനം ഉണ്ടായിത്തീരുക. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.